ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ചെറിയ ചെറിയ മാളങ്ങളൊക്കെ കാണാറുണ്ടല്ലേ. കൂടുതലും നമ്മുടെ ഇതിൻ്റെ അവകാശം എന്ന് പറയുന്നത് നമ്മുടെ എലി, അതുപോലെ തന്നെ പെരിച്ചായി, തൊരപ്പനൊക്കെയാണ്. ഇതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു മാളങ്ങളാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഇഴജന്തുക്കളായ പാമ്പൊക്കെ വന്നിട്ട് ഇതിൽ കൂടാറുണ്ടല്ലേ. ഇതുപോലെ വലിയ മാളമാക്കിയിട്ട് അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ എലി കാരണമാണ് കൂടുതലായി ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതുപോലെ പ്രത്യേകിച്ച് ഇതുപോലെ ധാരാളം ഒരു സൈഡിൻ്റെ ഇത്രയും മാളങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പ് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. നമ്മുടെ കുരുമുളക് പൊടി എടുത്തതിന് ശേഷം നമുക്കിത് അത്തരം ഭാഗങ്ങളിൽ ഇതുപോലെ അല്പാൽപമായി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ മാളങ്ങളിലൊക്കെ കൂടുതലായി എലി വരുന്ന ഭാഗങ്ങളിലേക്ക് ഒരു അല്പാൽപമായി ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുക. അത് തീർച്ചയായും കുരുമുളക് പൊടിയുടെ ആ ഒരു സ്മെല്ലെന്ന് പറയുന്നത് തീർച്ചയായും എലിക്ക് വളരെ അലർജിക്കാണ്. അതുകൊണ്ട് തന്നെ കണ്ടോ, ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി വാടിയതായാലൊന്നും കുഴപ്പമില്ല. ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായും കുരുമുളക് പൊടി നല്ല എഫക്റ്റാണ് നമ്മുടെ എലിക്കൊക്കെ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ വലിയുള്ളിയാണ് കേട്ടോ, സവാള. അതന്നെ സവാള, ഇനി ചീഞ്ഞ സവാള നീ ഒഴിവാക്കേണ്ട, ചീഞ്ഞ സവാളയൊക്കെ. അപ്പോൾ അത് കണ്ട നമ്മുടെ ഈ സവാള ജസ്റ്റ് നമുക്ക് നന്നായി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം, അഥവാ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെയുള്ള മാളങ്ങളിലെ സൈഡുകളിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെയുള്ള സൈഡുകളിലൊക്കെ നമ്മൾ ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഒന്നും പ്രത്യേകമായി ഒന്നും റെഡിയാക്കാത്തൊരു ലെവലിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് കുരുമുളക് പൊടി വാരി വിതറുന്നതും. അതുപോലെ തന്നെ സവാള സെൻറ്റർ മുറിച്ചതിന് ശേഷം ഇതുപോലെ ഈ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഒരു 3-4-5 വെളുത്തുള്ളി എടുത്തതിന് ശേഷം ഒന്ന് ജ്യൂസാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ നല്ല എഫക്റ്റീവ് ആവുന്ന ടിപ്പുകളാണ് കേട്ടോ. ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ വെളുത്തുള്ളി ആണെങ്കിൽ തീർച്ചയായും പാമ്പുകൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ കുരുമുളക് പൊടിയും നമ്മുടെ സവാളയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ്.